മലയാളികൾക്ക് ഇന്നും പ്രിയപ്പെട്ട ഒരു നടൻ തന്നെയാണ് പ്രേംകുമാർ. ഒരു കാലത്ത് മലയാളികളെ ചിരിപ്പിച്ചിരുന്ന, ഒരുപാട് ചിന്തിപ്പിച്ചിരുന്ന ഒരു നടനായിരുന്നു പ്രേംകുമാർ എന്ന് പറയുന്ന വ്യക്തി. തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച കഥാപാത്രങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന സിനിമയിൽ അമ്മാവ എന്ന് വിളിക്കുന്ന ആ ഒരു ഡയലോഗ് മതി ആളുകൾക്ക് പ്രേംകുമാറിനെ തിരിച്ചറിയുവാനായിട്ട്. അതിനുശേഷം ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെ മനസ്സ് തുറന്ന് എത്തിയിരിക്കുകയാണ് പ്രേംകുമാർ എന്ന മഹാനടൻ. ഭാര്യയ്ക്കൊപ്പമാണ് താരം തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുന്നത്. പ്രേംകുമാറിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സിനിമയിൽ നിന്നും ഒരു മോശം അനുഭവങ്ങളും തനിക്കുണ്ടായിട്ടില്ല. ഒരു സിനിമയിൽ സംവിധായകൻ ആവശ്യപ്പെട്ട ഒരു ഡയലോഗ് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞിരുന്നു. അത് പറഞ്ഞേ തീരൂ എന്നായിരുന്നു സംവിധായകൻ്റെ മറുപടി. ഒരു സാംസ്കാരിക അപജയമാണ് ഇപ്പോൾ മലയാള സിനിമയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രയോ നല്ല പദങ്ങൾ മലയാളത്തിലുണ്ട്. മോശം വാക്കുകളും തെറിയുമെന്നും ഉപയോഗിക്കുന്നതിനോട് തനിക്ക് യോജിപ്പില്ലെന്നും പ്രേംകുമാർ പറയുന്നുണ്ട്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയിട്ടുള്ള ട്രെയിനിങ്ങിലൂടെയാണ് താൻ അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. അന്ന് ലഭിച്ച ധൈര്യമാണ് പിന്നീട് അഭിനയ ജീവിതത്തിന് കരുത്തായതും. അഭിനയം ജന്മന ലഭിച്ചവർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയി കഴിഞ്ഞാലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാറുണ്ട്. എന്നാൽ ഞാനൊക്കെ അഭിനയം പഠിക്കാനായാണ് അവിടെ പോയത്. സിനിമയ്ക്ക് വേണ്ടി സ്ഥലം മാറിയിട്ടൊന്നുമില്ല. ഇപ്പോഴും കഴക്കൂട്ടത്ത് തന്നെയാണ് താമസിക്കുന്നത്. 10-15 സിനിമകളിൽ ഹീറോയായി അഭിനയിച്ചിട്ടുണ്ട്. നായക തുല്യമായ കഥാപാത്രങ്ങളും കുറെ ചെയ്തിട്ടുണ്ടെന്നും പ്രേംകുമാർ പറയുന്നു. ഒപ്പം ഇവരുടെ വിവാഹത്തെക്കുറിച്ചും താരവും അതുപോലെ ഭാര്യ ജിഷയും തുറന്നു പറയുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് വഴിയാണ് പ്രപ്പോസൽ വന്നത്. ഞാൻ മസ്കറ്റിലായിരുന്നു പഠിച്ചിരുന്നത്. കുടുംബത്തോടെ അവിടെയായിരുന്നു. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ആലോചന വന്നത്. സിനിമ ഇഷ്ടമാണ്. പുള്ളിയെയും ഒരുപാട് ഇഷ്ടമായി. പ്രേംകുമാറിൻ്റെ ജിഷ ഭാര്യ പ്രേംകുമാറിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം ഞങ്ങളെ കൂട്ടിയിണക്കിയെന്ന് പറയാനാണ് തനിക്കിഷ്ടമെന്നും ജിഷ പറയുന്നു. 8 വർഷം കാത്തിരുന്നിട്ടാണ് പ്രേംകുമാറിനും ജിഷയ്ക്കും അവരുടെ ജീവിതത്തിലേക്ക് ഒരു മകൾ പിറക്കുന്നത്. തങ്ങളുടെ പ്രാർത്ഥനയിൽ യേശു അത്ഭുതം പ്രവർത്തിച്ച് ഞങ്ങൾക്കൊരു മോളെ തന്നു എന്നാണ് ഇരുവരും പറയുന്നതും. മകൾക്ക് ഇപ്പോൾ 13 വയസ്സാകുന്നു. പൊന്നു എന്നാണ് മകളെ വിളിക്കുന്നതും. ബേക്കിംഗ് ഭയങ്കര പാഷനാണ്. പച്ചക്കറി കൃഷിയുമുണ്ട്. അങ്ങനെയാണ് ഒരു ദിവസം കടന്നു പോകുന്നതെന്നും ജിഷ പറയുന്നു. ജീവിതത്തിൽ ഞാൻ സ്വയം ചിന്തിച്ചതുപോലെയായിരുന്നില്ല ജീവിതം പോയത്. പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ലാതെ സിനിമയിലേക്കെത്തിയ ആളാണ് താനെന്നും പ്രേംകുമാറും പറയുന്നു. കുഞ്ഞുണ്ടാകാൻ ഒരുപാട് വൈകിയപ്പോൾ ദൈവത്തെ അടുത്തറിയാൻ കഴിഞ്ഞു. അത് നമ്മളല്ലാതായി മാറുന്നൊരു അവസ്ഥയായിരുന്നു. 4-5 വർഷം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ചികിത്സ നടക്കുന്നത് സിനിമയിൽ വളരെ സജീവമായി നിൽക്കുന്ന സമയത്തായിരുന്നു. അതോടെയാണ് തനിക്ക് സിനിമയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നതെന്നും പ്രേംകുമാർ പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കൂ, ദൈവത്തിന് ചിലപ്പോൾ വല്ല അത്ഭുതവും കാണിക്കാനായാലോ എന്നായിരുന്നു ഡോക്ടർമാർ വരെ പറഞ്ഞതെന്നും പ്രേംകുമാർ ഓർക്കുന്നു. ഒടുവിൽ കുഞ്ഞു ജനിച്ചു. പ്രാർത്ഥനയിലൂടെയാണ് കുഞ്ഞു ജനിച്ചതെന്ന് വിശ്വസിക്കുന്നുണ്ട്. വൈദ്യശാസ്ത്രം ഇനി പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ പ്രാർത്ഥനയ്ക്ക് വലിയൊരു ശക്തിയുണ്ടെന്ന് മനസ്സിലാവുകയായിരുന്നു എന്നും അവർ പറയുന്നുണ്ട്.